ഹായ് ഓൾ എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 5ാം ക്ലാസ്സിലെ SCRT ചാപ്റ്ററാണ്. അപ്പോൾ നമ്മൾ NCERT ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ ചാപ്റ്ററാണ് നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് 3 ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ്. ഇന്ന് നമ്മൾ നോക്കുന്നത് സയൻസ് ആണ്. സയൻസിൽ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര് എന്താണ്? ഒറ്റയുള്ളൊരു ജീവിയും എന്നാണ് അല്ലേ. ഈ ചാപ്റ്ററിൽ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്, എന്നാൽ നമുക്ക് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. PSC പഠിക്കുന്നവർ കാണുന്നുണ്ടെങ്കിലും ഇതിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ PSC പഠിക്കുന്നവർക്കായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും ടോപ്പിക് വൈസ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളും അതുപോലെ തന്നെ ഓരോ SCRT ചാപ്റ്റേഴ്സും ഓരോ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള SCRT ചാപ്റ്റേഴ്സും ക്ലാസ്സുകളൊക്കെ തരുന്നുണ്ട്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കാം. ഇവിടെ നമുക്ക് ആദ്യം ഈ ഒരു പിക്ചറിൽ കാണാനായിട്ട് സാധിക്കുന്ന എന്താണ്? ഒരു പക്ഷി ഇരിക്കുന്നുണ്ട്. അതിനടുത്തൊരു മീനുണ്ട് അല്ലേ. ഇവയുടെ പ്രധാന ഭക്ഷണം എന്താണ്? ഈ പക്ഷി സാധാരണ എവിടെയാണ് കാണുന്നത്? നദീ തീരത്തോ കുളക്കരയിലുള്ള മാളങ്ങളിലാണ് ഈ പൊന്മാൻ താമസിക്കുന്നത് അല്ലേ. ജലസ്രോതസ്സുകൾക്ക് സമീപം മീൻ പിടിക്കാൻ സൗകര്യമുള്ള സ്ഥലങ്ങളാണ് ഇവ അധികവും താമസിക്കാനായിട്ട് തിരഞ്ഞെടുക്കാറുള്ളത് അല്ലേ. അപ്പോൾ ഈ മീൻ പിടിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ പൊന്മാൻ അതിൻ്റെ അടുത്തായിട്ടൊക്കെ താമസിക്കുന്നത് അല്ലേ. ഇനി പലതരം ആഹാരം കഴിക്കുന്ന ജീവികൾ നമുക്ക് ചുറ്റുമുണ്ട്. വിവിധ തരം ജീവികൾ കഴിക്കുന്ന ആഹാരം എന്തെല്ലാമാണ്? ഏതൊക്കെയാണ്? പ്ലാവില കഴിക്കുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ പഴത്തുല എന്നിവയൊക്കെ കഴിക്കുന്നവരുണ്ട്. സസ്യഭാഗങ്ങൾ ആഹാരമാക്കുന്ന മറ്റേതെല്ലാം ജീവികളുണ്ട്? ഏതൊക്കെയാണ്? മാനുണ്ട്, മുയലുണ്ട്, പിന്നെ ഏതൊക്കെ അറിയാം? പുൽച്ചാടി അല്ലേ, പുൽച്ചാടി. പിന്നെ എന്തൊക്കെയാ അറിയാം? പുൽച്ചാടി, പശു അല്ലേ, പശു, ആട്, പിന്നെ ആന അല്ലേ, മാന് എന്നിവയൊക്കെ എന്താണ്? സസ്യഭാഗങ്ങൾ ആഹാരമാക്കുന്ന ജീവികളാണ്. ഇനി വാസസ്ഥലവും ആഹാരവും. ഇവിടെ നമുക്കൊരു പിക്ചർ നൽകിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഏതൊക്കെ ജീവികളെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്? ഏതൊക്കെയാണ്? തവള, പാമ്പ്, പുഴു, ഞണ്ട്, കാക്ക, പിന്നെ എന്തൊക്കെയാണ്? ആമുണ്ട്, പുൽച്ചാടി ഉണ്ട് അല്ലേ, കൊക്കുണ്ട്, ഒച്ചുണ്ട്, അതുപോലെ തന്നെ എന്താണ്? തുമ്പിയൊക്കെ കാണുന്നുണ്ട് അല്ലേ. ഇവയിൽ സസ്യങ്ങളെ ആഹാരമാക്കുന്ന ജീവികൾ ഏതെല്ലാമാണ്? സസ്യങ്ങളെ ആഹാരമാക്കുന്ന ഏതൊക്കെയാണ്? നമുക്ക് തന്നിട്ടുള്ളതിൽ ഏതൊക്കെയാണ്? സസ്യങ്ങളെ ആഹാരമാക്കുന്ന ഏതൊക്കെയാണ്? ചെറുമീനുകൾ കഴിക്കും അല്ലേ. അതുപോലെ തന്നെ പുൽച്ചാടി എന്താണ്? സസ്യങ്ങളെ ആഹാരമാക്കുന്നുണ്ട്. പുഴു അല്ലേ, ഒച്ച്, ആമ, അവയൊക്കെ എന്താണ്? സസ്യങ്ങളെ ആഹാരമാക്കുന്ന ജീവികളാണ്. ഇനി ചെറുമീനുകളെ ആഹാരമാക്കുന്ന ജീവികൾ ഏതൊക്കെയാണ്? വലിയ മീനുകൾ ആഹാരമാക്കും. അതുപോലെ തന്നെ തവള, കൊക്ക്, പിന്നെ നോക്കിയാൽ പക്ഷി, അതുപോലെ തന്നെ കാക്ക, അതുപോലെ തന്നെ നീർക്കോലി, ഞണ്ട് എന്നിവയൊക്കെ എന്താണ്? ഈ വലിയ മീനുകൾ ചെറുമീനുകളെ ആഹാരമാക്കുന്ന ജീവികളാണ്. ഈ വലിയ മീനുകളും തവളയും കൊക്കും പക്ഷിയും ഞണ്ടും നീർക്കോലിയൊക്കെ അല്ലേ. ഇനി ചിത്രത്തിലെ ഓരോ ജീവിയും എന്തിനെയെല്ലാം ആഹാരമാക്കുന്നു നമ്മൾ പറഞ്ഞതാണ് അല്ലേ. ചെറുമീനുകൾ സസ്യങ്ങളെ ആഹാരമാക്കുന്നുണ്ട്. വലിയ മീനുകളാണെങ്കിലോ ചെറുമീനുകളെ ആഹാരമാക്കുന്നുണ്ട്. കൊക്കുകളോ മീനുകളെ ആഹാരമാക്കുന്നുണ്ട്. വയലിലുള്ള മറ്റു ജീവികളെയും ഉൾപ്പെടുത്തി ചിത്രീകരണം പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. സസ്യത്തെ ആഹാരമാക്കുന്നത് ഒരു ചെറു മീനുണ്ട്. അതുപോലെ തന്നെ പുൽച്ചാടി പറയാലോ. പുൽച്ചാടി സസ്യത്തിനെ ആഹാരമാക്കുന്നുണ്ട്, പുഴു ആക്കുന്നുണ്ട് അല്ലേ. ഇനി ചെറുമീനെ കഴിക്കുന്ന വലിയ മീൻ കഴിക്കുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ തവളയും കഴിക്കുന്നുണ്ടായിരിക്കും. ഈ വലിയ മീനും തവളയും ആര് കഴിക്കുന്നുണ്ടായിരിക്കും? കൊക്ക് കഴിക്കുന്നുണ്ടായിരിക്കുമല്ലോ. കൊക്ക് വലിയ മീനെയും തവളയും ആഹാരമാക്കുന്നുണ്ടായിരിക്കും. ഇനി നമ്മൾ സസ്യത്തിൻ്റെ കാര്യം വീണ്ടും എടുക്കുകയാണെ. സസ്യം ചെറുമീനും പുൽച്ചാടിയും പുഴുവൊക്കെ എന്താണ്? സസ്യത്തെ ആഹാരമാക്കുന്നുണ്ട്. പുഴുവിനെ ആഹാരമാക്കുന്നതിൽ തന്നിരിക്കുന്നതിൽ ആരാണ്? കാക്കയാണ് അല്ലേ. കാക്ക പുഴുവിനെ ആഹാരമാക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്? ഇവിടെ എല്ലാതും കണക്റ്റഡ് ആണ് അല്ലേ. സസ്യത്തെ ചെറുമീൻ ആഹാരമാക്കുന്നു, ചെറുമീനെ വലിയ മീൻ ആഹാരമാക്കുന്നു, ഈ വലിയ മീനെയോ കൊക്ക് ആഹാരമാക്കുന്നു. ഇനി സസ്യത്തിന് ചെറുമീൻ കഴിക്കുന്നുണ്ട്, അതുപോലെ തന്നെ തവള കഴിക്കുന്നുണ്ട്, തവളയോ കൊക്ക് കഴിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് എന്താണ്? ഈ ശൃംഖല അങ്ങനെ എഴുതി പോകാനായിട്ട് സാധിക്കും അല്ലേ. ഇനി കണ്ണിച്ചേർന്ന മാൻ, മുയൽ, പുൽച്ചാടി തുടങ്ങിയ ജീവികൾ സസ്യങ്ങളെ ആഹാരമാക്കുന്നവയാണല്ലോ. ഇവയെ ആഹാരമാക്കുന്ന മറ്റു ജീവികളെ കൂടി ഉൾപ്പെടുത്തി ആഹാരബന്ധം പൂർത്തിയാക്കും. ഇപ്പോൾ സസ്യത്തിനാണെന്നുണ്ടെങ്കിൽ അവൻ പറഞ്ഞു മാന്, മുയൽ, പുൽച്ചാടിയൊക്കെ എന്താണ്? സസ്യത്തെ ആഹാരമാക്കുന്നവയാണെന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ മാനെ ആഹാരമാക്കുന്നത് ആരായിരിക്കും? മാനെ ആഹാരമാക്കുന്നത് സിംഹം. നമുക്ക് എഴുതിക്കൂടി. മാനെ നമുക്ക് ആഹാരമാക്കുന്നത് സിംഹം എഴുതാം അല്ലേ. ഇനി മുയലിനെ ആഹാരമാക്കുന്നത് നമുക്ക് കടുവ
ഇതിൽ കൂടി കടുവ എഴുതാനായിട്ട് പറ്റും. ഇനി പുൽച്ചാടിനാണെങ്കിൽ തവള അല്ലേ, തവള എന്ന് എഴുതാനായിട്ട് പറ്റും. പൂർത്തിയാക്കിയ ആഹാരബന്ധം ചിത്രീകരിക്കാൻ ആക്കാൻ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അതായത് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പുല്ല് മാൻ സിംഹം നമ്മൾ കണ്ടു, പുല്ല് മുയൽ കടുവ പറഞ്ഞു, പുല്ല് പുൽച്ചാടി തവള പറഞ്ഞു. പിന്നെ ഏതൊക്കെയാണ് നമുക്കറിയുന്നത്? പുല്ല് ആട് നമുക്ക് പറഞ്ഞൂടെ അല്ലേ. പുല്ല് നമുക്ക് എന്താണ് ഈ സസ്യത്തിന് നമുക്ക് എന്താണ് ആട് കഴിക്കും അല്ലേ, സസ്യത്തിന് നമുക്ക് ആട് കഴിക്കും. പുല്ലിനെ ആട് കഴിക്കും. ആടിനെ ആര് കഴിക്കും? കടുവ കഴിക്കലോ, ആടിനെ കടുവ കഴിക്കും അല്ലേ. അതുപോലെ തന്നെ പുല്ല് മാൻ പറഞ്ഞു, മാൻ സിംഹത്തിന് പറയുന്നതിന് പകരം നമുക്ക് എന്താ പറയാം? സിംഹം അല്ലെങ്കിൽ കടുവ അല്ലേ, കടുവ. അപ്പം നമുക്ക് രണ്ടെണ്ണം കിട്ടും അല്ലേ, സസ്യം മാൻ സിംഹം. അതുപോലെ തന്നെ സസ്യം മാൻ കടുവ എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ പുല്ല് മുയലിനെ നമുക്ക് മനുഷ്യനും ആഹാരമാക്കുന്നില്ലേ. അപ്പോൾ നമ്മൾ ആ പുല്ല് മുയൽ കടുവ എന്ന് പറയുന്ന പോലെ തന്നെ നമുക്ക് എന്ത് പറയാം? പുല്ല് മുയൽ മനുഷ്യനെന്നും പറയാം അല്ലേ. ഇനി പുല്ല് ആട് അല്ലേ, പുല്ല് ആട് കഴിക്കും അല്ലേ, ആടിനെ മനുഷ്യൻ കഴിക്കുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ പുഴു പുല്ലിനെ കഴിക്കുന്നുണ്ടെങ്കിൽ പുഴുവിനെ ആര്? കോഴി തിന്നുന്നുണ്ടായിരിക്കും അല്ലേ, കോഴീനെ മനുഷ്യനാഹാരമാക്കുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ പുൽച്ചാടി, കോഴി, മനുഷ്യൻ. അതുപോലെ പുല്ല്, പുഴു, തവള, പാമ്പ്, കഴുകൻ. പുല്ല്, പുൽച്ചാടി, തവള, പാമ്പ്, കഴുകൻ. പിന്നെ പുല്ല്, പുഴു, ഓന്ത്, പാമ്പ്, കഴുകൻ. പുല്ല്, പുൽച്ചാടി, കോഴി, പാമ്പ്, കഴുകൻ. പുല്ല്, പുൽച്ചാടി, ഓന്ത്, പാമ്പ്, കഴുകൻ. പുല്ല്, പുഴു, കോഴി, പാമ്പ്, കഴുകൻ. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് കുറച്ച് സ്പീഡിൽ ഞാൻ പറഞ്ഞെന്ന് മാത്രം. ഇനി ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖലാജാലം. അപ്പോൾ ആഹാരത്തിനായിട്ട് ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നുണ്ട്. ഈ ജീവികളുടെ പരസ്പര ബന്ധത്തെയാണ് എന്ന് പറയുന്നത് ആഹാര ശൃംഖലാജാലം എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു പിക്ചറിൽ നമുക്ക് കുറേ എക്സാമ്പിൾ കിട്ടും അല്ലേ. പുല്ലിന് മാന് കടുവ, അതുപോലെ തന്നെ പുല്ല് പശു കടുവ അല്ലേ. അതുപോലെ തന്നെ ഇവിടെ പുല്ല് നോക്കി എലിയില്ലേ, പുല്ല് എലി, പൂച്ചേന കടുവ അല്ലേ. അതുപോലെ തന്നെ പുല്ല് മാൻ കടുവ അല്ലേ, അങ്ങനെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ അങ്ങനെ കണക്റ്റഡ് ആണല്ലേ. നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ആൻസർ എഴുതാനായിട്ട് പറ്റും. ഇനി ശൃംഖലകൾ കടലിൽ ശൃംഖലകളുണ്ടോ? നമ്മൾ പറഞ്ഞു ശൃംഖലകൾ കരയിലുണ്ടെന്നും പഠിച്ചു. ഈ ശൃംഖലകൾ കടലിലുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. കരയിൽ പലതരം ആഹാരബന്ധങ്ങൾ കണ്ടല്ലോ. ഇത്തരത്തിൽ കടലിലും വിവിധ ആഹാരബന്ധങ്ങളുണ്ട്. ഇവിടെ നമുക്ക് സ്രാവ്, മത്തി, ചെറുമീനുകൾ, കടലാമ, പ്ലവകങ്ങൾ കാണിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവയൊക്കെ എന്താണെന്നറിയോ? എല്ലാം അറിയാം നമുക്ക്, പക്ഷേ ഈ പ്ലവകങ്ങൾ എന്താണെന്ന് അറിയില്ല അല്ലേ. പ്ലവകങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ജീവിയും ആഹാരം ചോദിച്ചിട്ടുണ്ട് കടലിൽ കേട്ടോ. സ്രാവാണെങ്കിൽ സ്രാവ് എന്തൊക്കെയാണ്? കണവ, മീനുകൾ, കടലാമ അല്ലേ. ഇനി മത്തിയുടെ ആഹാരം എന്തൊക്കെയാണ്? ചെറുമീനുകളും പ്ലവകങ്ങളും. ഇനി കടലാമയാണെങ്കിലോ സസ്യഭാഗങ്ങൾ, മീനുകൾ. ചെറുമീനുകളാണെങ്കിലോ പ്ലവകങ്ങൾ. അപ്പോൾ എന്താണ് പ്ലവകങ്ങൾ എന്ന് വെച്ചാൽ ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളെയാണ് പ്ലവകങ്ങൾ എന്ന് പറയുന്നത്. ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളെയാണ് പ്ലവകങ്ങൾ എന്ന് പറയുന്നത്. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകരാണ് എന്തെന്ന് പറയുന്നത്? ഈ പ്ലവകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ജലാശയങ്ങളിൽ ഈ ജലാശയങ്ങളിലുള്ള സസ്യങ്ങളെയാണ് പ്ലവകങ്ങൾ എന്ന് പറയുന്നത്. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകരാണ് ഈ പ്ലവകങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഓരോ ജീവിയും ആഹാരമാക്കുന്നത് നമുക്ക് കണ്ടോ. ഇനി എത്ര ആഹാരബന്ധങ്ങൾ നിങ്ങളുടെ പരിസരത്തുള്ള ഒരു മരത്തെ കുറച്ച് ദിവസം നിരീക്ഷിച്ചിട്ട് എന്തൊക്കെ ആഹാര ശൃംഖലാജാലം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നിലനിൽപ്പിനായി ഇവിടെ നമുക്ക് കുളത്തിലെ മത്സ്യത്തിനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ. മത്സ്യത്തിന് നിലനിൽക്കാൻ എന്തെല്ലാം ഘടകങ്ങൾ ആവശ്യമാണ്? മത്സ്യത്തിന് എന്തൊക്കെ ആവശ്യമാണ്? സൂര്യപ്രകാശം വേണം, ജലസസ്യങ്ങൾ വേണം, ജലം വേണ്ടേ? ജലം വേണം. പിന്നെന്താണ്? ഓക്സിജൻ വേണം അല്ലേ, ഓക്സിജൻ വേണം. പിന്നെ സൂക്ഷ്മാണുക്കൾ, വിരകൾ, അനുയോജ്യമായ താപനിലയും മത്സ്യത്തിന് ആവശ്യമാണ്. കുളത്തിലെ മറ്റു ജീവികൾക്കും നിലനിൽക്കാൻ ഈ ഘടകങ്ങൾ ആവശ്യമില്ലേ. ഇതിൽ നിന്ന് ജീവനുള്ളയും ജീവനില്ലാത്തവയും നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. ജീവനുള്ളത് ഇതൊക്കെയാണ് സസ്യങ്ങൾ, ജലസസ്യങ്ങൾക്ക് ജീവനുണ്ട്. അതുപോലെ തന്നെ ചെറുമീനുകൾക്ക് ജീവനുണ്ടല്ലോ അല്ലേ, മീനുകൾക്ക് ജീവനുണ്ട് അല്ലേ, മീനുകൾ ജീവനുള്ളവയാണ്. ഇനി ഞണ്ട്, തവള എന്നിവയൊക്കെ ഈ പിക്ചർ നോക്കിയിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഞണ്ട്, തവള, നീർക്കോലി, ആമ, പായൽ, കൊക്ക് എന്നിവയൊക്കെ എന്താണ്? ജീവനുള്ളവയാണ്. അപ്പോൾ ജീവനില്ലാത്തവ നമുക്ക് എന്തൊക്കെ എഴുതാം? വായു എഴുതാം അല്ലേ. വായു, മണ്ണ്, പിന്നെന്തൊക്കെയാണ്? വായു, മണ്ണ്, ജലം,
കല്ലുകൾ അല്ലേ, വായു, മണ്ണ്, ജലം, കല്ലുകളൊക്കെ എന്താണ്, ജീവനില്ലാത്തവയാണ്. ഓക്കെ, ഇനി എന്താണ് ആവാസം എന്ന് വെച്ചാൽ നിരവധി ജീവികൾക്ക് നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ഒരു ചുറ്റുപാടാണ് വയൽ എന്ന് പറയുന്നത് അല്ലേ. ഈ വയലിൽ മത്സ്യത്തിന് പുറമെ മറ്റു പല ജീവികളുടെയും ആവാസം കൂടിയാണ്. അവിടെ നമുക്ക് എന്താണ് ഈ വയലിൽ ഈ മീൻ മാത്രമാണോ കാണാനായിട്ട് സാധിക്കില്ല, പല ജീവികളും ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ എല്ലാ ജീവികളുടെയും ആവാസം അല്ലേ, അവർ താമസിക്കുന്നത് അവിടെ തന്നെയാണ്. ഏതെല്ലാം ജീവികളുടെ ആവാസമാണ് ജൈവ വൈവിധ്യ ഉദ്യാനം എന്ന് പറയുന്നത്? ഏതെല്ലാം ജീവികളുടെയൊക്കെ ആയിരിക്കും? ഈ ജീവികളുടെ നിലനിൽപ്പിന് അനുകൂലമായ എന്തെല്ലാം സാഹചര്യങ്ങൾ ജൈവ വൈവിധ്യ ഉദ്യാനത്തിലുണ്ട്? അപ്പോൾ ജസ്റ്റ് ഒരു പൂന്തോട്ടമൊക്കെ തന്നിട്ടുണ്ട്, അവിടെ എന്തൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ അവർ എങ്ങനെയാണ് അവരുടെ ഭക്ഷണം എന്നിട്ടൊക്കെയാണെന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ജസ്റ്റ് അറിഞ്ഞു വെച്ചിരിക്കാനുള്ള കാര്യങ്ങളാണ് കേട്ടോ, നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓരോപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് എന്താണ്, ഓരോ ജീവിക്കും അനുയോജ്യമായിട്ടുള്ള ആവാസം ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങളുടെ ചുറ്റുപാട് നിരീക്ഷിച്ചിട്ട് വിവിധ തരം ആവാസങ്ങൾ കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? വയലുണ്ട്, കുളം, കാവുകൾ, തോടുകൾ, പുഴകൾ, കായൽ, അതുപോലെ എന്താണ് പുൽമേടുകൾ, മരുഭൂമികൾ, കണ്ടൽക്കാടുകൾ, ധ്രുവപ്രദേശം, സമുദ്രങ്ങളൊക്കെ എന്ത് തന്നെയാണ്? ഈ ആവാസ വ്യവസ്ഥകളാണ് അല്ലേ. ഇനി ആഹാരക്കാട് തന്നിട്ടുണ്ടല്ലോ, 2 ജീവികളുടെ ആഹാരക്കാട് തന്നിട്ടുണ്ട്. ജീവി കാക്കിയാണ്. കാക്കയുടെ ഭക്ഷണം എന്താണ്? ചെറുജീവികൾ, പഴങ്ങൾ, ധാന്യങ്ങൾ, ഭക്ഷണാവശിഷ്ടങ്ങൾ, മൃതാവശിഷ്ടങ്ങൾ എന്നിവയൊക്കെയാണ്. ഇനി നമുക്ക് ആട് തന്നിട്ടുണ്ട്. ആടിൻ്റെ ആഹാരം പുല്ല്, ഇലകൾ, ധാന്യങ്ങളൊക്കെ എന്താണ്? ആടിൻ്റെ ആഹാരമാണ് അല്ലേ. ഇനി കൂടിയാലും കുറഞ്ഞാലും ഇവിടെ നമുക്ക് എന്താണ്? കടുവ തന്നിട്ടുണ്ട്. നോക്കി, ഒരു പുല്ല് തന്നിട്ടുണ്ട്. പുല്ലിനെ പുൽച്ചാടി കഴിക്കുന്നുണ്ട്, പുൽച്ചാടിനെ കോഴി കഴിക്കുന്നുണ്ട്, കോഴിയാണെങ്കിൽ കുറുക്കനെ കഴിക്കുന്നുണ്ട്, കുറുക്കനെയാണെങ്കിൽ കടുവ കഴിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നുണ്ട്. പിന്നെ വേറെ നമുക്ക് തന്നിട്ടുണ്ട് എക്സാമ്പിൾ നോക്കിയ പുല്ല്, മാൻ, കടുവ ഒക്കെ തന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഈ ആവാസ വ്യവസ്ഥയിൽ നിന്നും കടുവകൾ ഇല്ലാതായാൽ എന്ത് സംഭവിക്കും? ഈ ആവാസ വ്യവസ്ഥയിൽ കടുവകളില്ലാന്ന് വിചാരിക്കൂ. കടുവകളില്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എല്ലാത്തിനെയും എണ്ണം കൂടും അല്ലേ. കുറുക്കൻ്റെ എണ്ണം കൂടും, കുറുക്കനെ കഴിക്കാനായിട്ട് ആരുമില്ല അല്ലേ. കുറുക്കൻ്റെ എണ്ണം കൂടും, കോഴീൻ്റെ എണ്ണം കൂടും അല്ലേ. കുറുക്കൻ്റെ എണ്ണം കൂടും, അതുപോലെ തന്നെ കോഴിയുടെ എണ്ണം കൂടും, പുല്ലിന്, അതായത് ബാക്കിയുള്ള എല്ലാ അതിനും എന്താണ് എണ്ണം കൂടാണ് ചെയ്യുന്നത്. അപ്പോൾ മറ്റവരുടെ എണ്ണം കുറയുമ്പോൾ എന്താണ് ഇവരുടെ എണ്ണം കൂടാണ് ചെയ്യുന്നത്. അതായത് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഭക്ഷ്യശൃംഖലയിലെ ഏറ്റവും ഉയർന്ന കണ്ണിയിൽപ്പെടുന്ന ജീവി ചോദിക്കുകയാണെങ്കിൽ ഇതാണ്, കടുവയാണ്. ഓരോ ആവാസ വ്യവസ്ഥയിൽ സസ്യാഹാരികളുടെയും മാംസാഹാരികളുടെയും എണ്ണം ആരോഗ്യകരമായി നിലനിർത്തുന്നതിൽ ഓരോ കണ്ണിയിലെയും ജീവികൾക്ക് പങ്കുണ്ട്. ആഹാര ശൃംഖലയിലെ താഴെ കണ്ണിയിലുള്ള ചില ജീവിവർഗ്ഗങ്ങൾ നശിച്ചാൽ അവയ്ക്ക് പകരം അതേ ധർമ്മം ചെയ്യുന്ന മറ്റു ജീവിവർഗ്ഗങ്ങൾ ഉണ്ടായെന്ന് വരാം. അപ്പോൾ ഈ ആഹാര ശൃംഖല നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിൽ ചെറിയ ജീവിവർഗ്ഗങ്ങൾ നോക്കുകയാണെങ്കിൽ അവർ മരിച്ചാലും അവർ ചത്താലും എന്താണ് മറ്റു ജീവിവർഗ്ഗങ്ങൾ അവിടെ വരാം അല്ലേ. അതായത് ആ ധർമ്മങ്ങൾ ചെയ്യുന്ന വേറെ ജീവികൾ ഉണ്ടായിരിക്കും. പക്ഷേ ഈ വലിയ ഈ കടുവയെ പോലുള്ള ജീവികൾ ഇല്ലാതാവുകയാണെന്നുണ്ടെങ്കിൽ ഇവയെ പോലെ തന്നെ ധർമ്മങ്ങൾ ചെയ്യുന്ന വേറൊരു ജീവി ഉണ്ടാകണമെന്നില്ല. ഓക്കെ, അപ്പോൾ അതിനാൽ കടുവയെ പോലെ ഉയർന്ന കണ്ണിയായ ജീവികളുടെ സംരക്ഷണം പ്രാധാന്യം അർഹിക്കുന്നു. കടുവയെ സംരക്ഷിക്കുന്നത് വഴി വലിയൊരു ആവാസ വ്യവസ്ഥ മുഴുവനായിട്ടും സംരക്ഷിക്കപ്പെടാനായിട്ട് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? അധിനിവേശക്കാർ. എന്താണ് അധിനിവേശക്കാർ എന്ന് വെച്ചാൽ അതായത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്ന ഒരു മത്സ്യമായിരുന്നു ആഫ്രിക്കൻ മുഷി. ഇവ വളരെ പെട്ടെന്ന് വളർന്ന് പെരുകുന്ന ഒരു മത്സ്യമാണ് എന്ന് പറയുന്നത് ഈ ആഫ്രിക്കൻ മുഷി എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിലെ ചില ജലാശയങ്ങളിൽ അധിനിവേശ മത്സ്യമായി ഇവ കാണപ്പെടുന്നു. അധിനിവേശം എന്ന് വെച്ചാൽ വേറൊരു സ്ഥലത്ത് നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വരാണല്ലേ. അപ്പോൾ ആഫ്രിക്കയിൽ നിന്നാണ് വന്നിരിക്കുന്ന ആഫ്രിക്കൻ മുഷി. ഈ ആഫ്രിക്കൻ മുഷിയുടെ ഒരു പ്രധാനപ്പെട്ട ദോഷം എന്ന് വെച്ചാൽ ഇവ പെട്ടെന്ന് നന്നായിട്ട് പെരുകും. ഓക്കെ, അപ്പോൾ അങ്ങനെ ജലാശയങ്ങളിലെ നാടൻ മത്സ്യങ്ങളെയാണ് ഈ ആഫ്രിക്കൻ മുഷി ആഹാരമാക്കുക. ഇവ ആഹാരമാക്കുന്ന ജീവികൾ നമ്മുടെ ജലാശയങ്ങളിൽ കാണപ്പെടുന്നില്ല. അപ്പോൾ എന്താണ്? ഈ ആഫ്രിക്കൻ മുഷിയുടെ എണ്ണം കൂടാണ് ചെയ്യുന്നത്, ബാക്കിയുള്ളവരുടെ എണ്ണം കുറയാണല്ലേ. നമ്മുടെ ചെറുമീനുകളുടെ എണ്ണം കുറയാണ്, ഈ ആഫ്രിക്കൻ മുഷിയാണ് അവിടെ കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലുമൊക്കെ ഇതുപോലെ തന്നെ ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഓക്കെ, അപ്പോൾ അത് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിനുള്ള റിപ്പോർട്ടൊക്കെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് എന്താണ്? ആഹാരബന്ധം. ആഹാര ശൃംഖലാചലം നോക്കി ഇവിടെ നമുക്ക് കുറേ കണക്ഷൻ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, പുല്ല്, പുൽച്ചാടി, കോഴി, കുറുക്കൻ. പുല്ല്, അണ്ണാൻ, പൂച്ച, കഴുകൻ അല്ലേ, പരുന്ത്. എന്താണത്? ഓക്കെ, കഴുകൻ. പിന്നെന്താണ്? പിന്നെന്തൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്? പുല്ല്, അണ്ണാൻ, പാമ്പ് അല്ലേ. പുല്ല്, അണ്ണാൻ, പാമ്പ് കാണിച്ചിട്ടുണ്ട്. പുല്ല്, പുൽച്ചാടി, തവള, പാമ്പ്, കഴുകൻ കാണിച്ചിട്ടുണ്ട്. പിന്നെന്തൊക്കെയാണ് ഇവിടെ? പുല്ല്, അണ്ണാന്, കുറുക്കൻ കാണിച്ചിട്ടുണ്ട് അല്ലേ.
അപ്പോൾ ഇങ്ങനെ നമുക്ക് പല ആഹാരബന്ധങ്ങൾ ഇതിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിൽ ഒറ്റ ശ്രേണി മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുല്ല്, പുൽച്ചാടി, കോഴി, കുറുക്കൻ, കഴുകൻ എന്ന് പറയുന്ന ഒരു ആഹാരബന്ധം നമുക്ക് ഒരു ശ്രേണി മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത്തരത്തിൽ കൂടുതൽ ശ്രേണികൾ കണ്ടെത്താൻ നമ്മൾ പറഞ്ഞു, ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ആഹാര ശൃംഖല ജലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാരബന്ധമാണ് ആഹാര ശൃംഖല. അപ്പോൾ ആഹാര ശൃംഖല എന്ന് വെച്ചാൽ എന്താണ്? ഒരു കണ്ണി മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഇന്ന് പറയാം ആഹാര ശൃംഖല എന്ന് പറയാം. ഓക്കെ, ഇവിടെ നമുക്ക് ഒന്നാമത്തെ കണ്ണിയായിട്ട് ഇവിടെ എല്ലാത്തിലും ഒന്നാമത്തെ കണ്ണി ഏതായിരിക്കും വരിക? പുല്ലായിരിക്കും വരിക അല്ലേ? ഒന്നാമത്തെ കണ്ണി എല്ലാത്തിലും എന്താണ്? പുല്ലാണ് വരിക. ഇനി അവസാന കണ്ണി നോക്കിയാൽ ആദ്യത്തേൽ കഴുകം വന്നിട്ടുണ്ട്, പിന്നെ എന്താണ്? കഴുകം വന്നിട്ടുണ്ട്, പിന്നെ കുറുക്കം വന്നിട്ടുണ്ട്, പിന്നെയോ പാമ്പ് വന്നിട്ടുണ്ട് അല്ലേ? പാമ്പ് വന്നിട്ടുണ്ട്, പിന്നെ പൂച്ച വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി എല്ലാ ശൃംഖലകളും ആരംഭിക്കുന്നത് ഏത് ജീവി വിഭാഗത്തിൽ നിന്നാണ്? നമ്മൾ പറഞ്ഞു സസ്യമാണ് അല്ലേ? പുല്ലാണ്. അവയുടെ നിലനിൽപ്പിന് ആഹാരം ആവശ്യമില്ലേ? വേണ്ടേ? അവർക്കും എന്താണ്? ഇവയ്ക്കും എന്ത് വേണം? ആഹാരം വേണം. എങ്ങനെയാണ് ആഹാരം നിർമ്മിക്കുന്നത്? പ്രകാശ സംശ്ലേഷണം വഴിയാണ്. അപ്പോൾ അതാണ് പറയുന്നത് ആഹാര നിർമ്മാണം സസ്യങ്ങളിൽ. സസ്യങ്ങൾക്ക് ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ പ്രധാന ഘടകങ്ങൾ എന്തെല്ലാമാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആവശ്യമാണ്, സൂര്യപ്രകാശം, അതുപോലെ തന്നെ എന്താണ്? വെള്ളം അല്ലേ? വെള്ളം വേണം. പിന്നെന്താണ്? ഹരിതകം വേണ്ടേ? ഹരിതകം വേണം അല്ലേ? ഹരിതകത്തിലാണ് നടക്കുന്നത് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്. എവിടെയാണ്? ഹരിതകത്തിലാണ് നടക്കുന്നത്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ചിട്ടാണ് ആഹാരം നിർമ്മിക്കുന്നത്. സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നത്. സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജ്ജമാണ് ഇതിന് ഉപയോഗപ്പെടുത്തുന്നത്. അവിടെ എന്ത് ഊർജ്ജമാണ് ഉപയോഗപ്പെടുന്നത്? സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജ്ജമാണ്. അതിനാൽ ഈ പ്രവർത്തനത്തെ എന്തെന്ന് പറയാം? പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നു. ഇലകളിലെ ഹരിതകം എന്ന വർണ്ണകമാണ് സസ്യങ്ങളെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത്. അപ്പോൾ ആരാണ് സഹായിക്കുന്നത്? ഇലകളിലെ ഹരിതകം എന്ന വർണ്ണകമാണ് സസ്യത്തിനെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത്. ഈ പ്രവർത്തനത്തിൻ്റെ ഫലമായി എന്തുണ്ടാകുന്നുണ്ട്? ഓക്സിജനും ഉണ്ടാകുന്നുണ്ട്. ഈ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഓക്സിജൻ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും ജലവും അതുപോലെ തന്നെ സൂര്യപ്രകാശവും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇലകളിലാണ് ആഹാരം നിർമ്മിക്കപ്പെടുന്നത്. ഇലകളിൽ എന്തുണ്ടായിരിക്കും? ഹരിതകം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എന്താണ് അവിടുത്തെ ഉൽപ്പന്നം എന്ന് പറയുന്നത്? ഓക്സിജനാണ്. അത്രയും ക്ലിയർ ആണല്ലോ. ഇനി ഊർജ്ജം ലഭിക്കാൻ സസ്യങ്ങളിൽ ആഹാര നിർമ്മാണം നടക്കാൻ സൂര്യപ്രകാശം ആവശ്യമാണെന്ന് കണ്ടോ. സസ്യങ്ങൾക്ക് സൂര്യപ്രകാശം ലഭിക്കുന്നത് പ്രധാനമായിട്ടും ഏത് ഭാഗം വഴിയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പരമാവധി സൂര്യപ്രകാശം പതിക്കുന്ന രീതിയിലാണ് സസ്യങ്ങളിലെ ഇലകൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ്? ഓരോരുത്തരും ഇലകളും വ്യത്യാസമാണല്ലേ? ചെമ്പരത്തി ആണെന്നുണ്ടെങ്കിൽ നോക്കി ക്രോസ് ആയിട്ടാണ്, തുളസി ആണെങ്കിലോ ഒന്നിൻ്റെ ഇപ്പുറത്തായിട്ടാണ്. അതുപോലെ തന്നെ ഇതെന്താണ്? ഏഴിലം പാലയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണുന്നുണ്ട് അല്ലേ? ഇനി ഇപ്പോൾ ചെമ്പരത്തി പോലുള്ളവ എക്സാമ്പിളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ചെമ്പരത്തി പോലുള്ളവ ഏതൊക്കെയാണ്? മാവ്, തെങ്ങ്. തെങ്ങിനൊക്കെ ഇതുപോലെയാണ് അല്ലേ? തെങ്ങ്. അതുപോലെ തന്നെ എന്താണ്? സപ്പോട്ട, തെങ്ങ്, സപ്പോട്ട. പിന്നെ സൂര്യകാന്തി. ഇനി നമുക്ക് തുളസി പോലുള്ളവ ഏതൊക്കെയാണ്? തെച്ചി ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ പുതിന അല്ലേ? തെച്ചി, പുതിന, റോസ്, പേര എന്നിവയൊക്കെ ആയിരിക്കാം. ഇനി ഏഴിലം പാല പോലുള്ളവ അരളി, എരുക്ക്, കോളാമ്പി കണ്ടിട്ടുണ്ടാവുമല്ലോ. കോളാമ്പി, ശതാവരി എന്നിവയൊക്കെ എന്താണ്? ഏഴിലം പാല പോലുള്ളവയാണ്. അവയുടെ ഇലകളിൽ വ്യത്യാസമാണ് പറയുന്നത് കേട്ടോ. ഇനി ഇലപ്പച്ചയ്ക്ക് പിന്നിൽ ഇവിടെ നമുക്ക് പറയാനുള്ളത് പ്രധാനപ്പെട്ട വർണ്ണകങ്ങളൊക്കെയാണ്. ഇപ്പോൾ നമുക്ക് ചീര എന്ന് പറയുന്ന ഒരു സസ്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലയുടെ നിറം എന്താണ്? ചുവപ്പാണ്. ഇനി ബ്ലോട്ടിംഗ് പേപ്പർ ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ബ്ലോട്ടിംഗ് പേപ്പറിലെ കളർ എന്തായിരിക്കും? പച്ചയായിരിക്കും കേട്ടോ. ഏതൊരു സസ്യത്തിൻ്റെയും ബ്ലോട്ടിംഗ് പേപ്പറിൽ കാണുന്ന നിറം എന്തായിരിക്കും? പച്ചയായിരിക്കും. കാരണം എന്താണ്? ഇലയിൽ പച്ച നിറമുള്ളൊരു വർണ്ണകമുണ്ട്. ഇനിയിപ്പോൾ ചുവന്ന കേബേജ് നോക്കുകയാണെങ്കിൽ ഇലയുടെ നിറം ചിലപ്പോൾ ചുവപ്പായിരിക്കും, പക്ഷേ എന്താണ്? ബ്ലോട്ടിംഗ് പേപ്പറിൽ പച്ചയായിരിക്കാം. ഇനി പർപ്പിൾ കെയിൽ ഒക്കെ നോക്കുകയാണെങ്കിൽ എന്താണ്? ഈ ബ്ലോട്ടിംഗ് പേപ്പറിൽ കാണുന്ന നിറം പച്ചയായിരിക്കും. അതായത് ഇലകളിലെ പച്ച നിറമുള്ള വർണ്ണകമാണ് ഹരിതകം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പല നിറം. ഇവിടെ നമുക്ക് ചുവപ്പ് കളർ നൽകുന്നത് ഏത് വർണ്ണകമാണ്? സയാനിനാണെന്ന് പഠിച്ചു വെച്ചിരിക്കണം. അതുപോലെ തന്നെ ഓറഞ്ച് ആണെങ്കിൽ കരോട്ടിനാണ്, മഞ്ഞാണെങ്കിൽ സാന്തോഫിലാണ്. അങ്ങനെ ഓരോ നിറങ്ങളുടെയും വർണ്ണകങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. ഇനി വാതക വിനിമയം സസ്യങ്ങളിൽ. പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ചിട്ടാണ് എന്തുണ്ടായത്? ഓക്സിജൻ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ പ്രകാശ സംശ്ലേഷണത്തിന് എന്ത് ഉപയോഗിക്കുന്നുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട്. അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമാണോ ഉള്ളത്? അല്ല അല്ലേ? നമുക്ക് നോക്കുകയാണെങ്കിൽ ഓക്സിജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, ആർഗൺ ഉണ്ട്, മറ്റുള്ളവയുണ്ട്. ഇതിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഇതാണ് നൈട്രജൻ ആണ്, പിന്നെയാണ് ഓക്സിജൻ ആണ് അല്ലേ കാണപ്പെടുന്നത്. അതിനുശേഷം കാർബൺ ഡൈ ഓക്സൈഡ്, പിന്നെ ആർഗൺ, പിന്നെ ബാക്കിയുള്ള വാതകങ്ങളും വരാം.
ഊർജ്ജം ലഭിക്കാനാണ് ജീവികൾ ശ്വസിക്കുന്നത്. അപ്പോൾ സസ്യങ്ങൾക്ക് ഊർജ്ജം ആവശ്യമില്ലേ? ആവശ്യമുണ്ടല്ലേ? ഊർജ്ജം ലഭിക്കുന്നതിനായിട്ട് സസ്യങ്ങളിൽ എന്ത് നടക്കണം? ശ്വസനം നടക്കണം. അപ്പോൾ എങ്ങനെയാണ് ഇനി സസ്യങ്ങളിൽ ശ്വസനം നടക്കുന്നത്? സസ്യങ്ങളിൽ ശ്വസനം നടക്കുന്നുണ്ട്. എല്ലാ ജീവികളും ശ്വസനത്തിനായി ഓക്സിജൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. എല്ലാ ജീവികളും സസ്യങ്ങളാണെന്നുണ്ടെങ്കിൽ എന്ത് തന്നെയാണ്? ഓക്സിജനാണ് ശ്വസിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നത്. ശ്വസനഫലമായി കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കാം. ഈ ജീവികൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടാണ് ചെയ്യുക. എന്നാൽ ശ്വസനഫലമായി സസ്യങ്ങളിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗപ്പെടുത്തുന്നു. അപ്പോൾ ശ്വസനഫലമായിട്ട് ഇപ്പോൾ സസ്യങ്ങളിലും എന്ത് തന്നെയാണ്? ശ്വസനത്തിന് ഉപയോഗിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയാണ്. പക്ഷേ സസ്യങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ പകൽ സമയത്താണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ എന്താണ് അവിടെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് അവിടെ കറക്റ്റായിട്ട് പോകാറുണ്ട് അല്ലേ? ഇനി അന്തരീക്ഷത്തിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡും സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ സസ്യങ്ങൾ പുറത്ത് വിടുന്ന ഈ കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമല്ല, ഈ പുറത്ത് നമ്മുടെ അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡും സസ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ സസ്യങ്ങളുടെ എണ്ണം കുറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടും അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തുന്നത് പ്രകാശ സംശ്ലേഷണത്തിന് സസ്യങ്ങളാണ്. അപ്പോൾ സസ്യങ്ങളുടെ അളവ് കുറയുകയാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടും അല്ലേ? ഓക്കെ. ഇലകളിലൂടെയാണ് വായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത്. ഇലകളിൽ ഏതിലൂടെയാണ്? സ്റ്റൊമാറ്റ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് കേട്ടോ. സ്റ്റൊമാറ്റ എന്ന് വെച്ചാൽ ചെറിയ സുഷിരമാണ്. ഇലകളിൽ ചെറിയ സുഷിരമാണ്. നോക്കി ഇലകളിൽ ചെറിയ സുഷിരമാണ് സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് നോക്കാനായിട്ട് ഇവിടെ നമുക്ക് ഒരു മൈക്രോസ്കോപ്പ് ഒക്കെ തന്നിട്ടുണ്ട്. കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ഇലകളിലുള്ള ഈ സൂക്ഷ്മ സുഷിരങ്ങൾ സ്റ്റൊമാറ്റ എന്നാണ് അറിയപ്പെടുന്നതെന്ന് പറഞ്ഞു. ഇതിലൂടെയാണ് അന്തരീക്ഷവായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത്. പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാക്കുന്ന ഓക്സിജൻ പുറന്തള്ളുന്നതും ഈ സുഷിരങ്ങളിലൂടെയാണ്. ഓക്കെ. അപ്പോൾ എന്താ പറയുന്നത്? ഈ സസ്യങ്ങളിൽ നടക്കുന്നത്, സസ്യങ്ങളിൽ വാതക വിനിമയം നടക്കുന്നത്, അതായത് ഈ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ച് ഓക്സിജൻ പുറത്തു വിടുന്നു, അതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ അല്ലേ? അപ്പോൾ ഇതിങ്ങനെ വാതക വിനിമയം നടക്കുന്നത് എന്ത് വഴിയാണ്? ഈ സ്റ്റൊമാറ്റ, അതായത് ഈ സസ്യങ്ങളിൽ കാണപ്പെടുന്ന ചെറിയ സുഷിരങ്ങളായിട്ടുള്ള സ്റ്റൊമാറ്റാസിയ രന്ധ്രം വഴിയാണ്. ഇനി ചിത്രീകരണം ശ്രദ്ധിക്കൂ. പകലും രാത്രിയും തന്നിട്ടുണ്ട്. പകലാണെന്നുണ്ടെങ്കിൽ ശ്വസനം പ്രകാശ സംശ്ലേഷണവും നടക്കുന്നുണ്ട് അല്ലേ? പകലാണെന്നുണ്ടെങ്കിൽ ശ്വസനം നടക്കുന്നുണ്ട്, പ്രകാശ സംശ്ലേഷണവും നടക്കുന്നുണ്ട്. അതായത് ഓക്സിജൻ സ്വീകരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്ത് വിടുന്നുണ്ട്. എന്നാലും പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ച് ഓക്സിജൻ പുറത്ത് വിടുന്നുണ്ട്. എന്നാൽ രാത്രിയിലാണെന്നുണ്ടെങ്കിലോ ശ്വസിക്കുമ്പോൾ എന്ത് സംഭവിക്കും? കാർബൺ ഡൈ ഓക്സൈഡ് പുറത്ത് വിടുക മാത്രമാണ് ചെയ്യുന്നത്. പിന്നെ അവിടെ പ്രകാശ സംശ്ലേഷണം നടക്കുന്നുണ്ടോ? ഇല്ല. അത് കാരണം ആ കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ രാത്രി പുറത്ത് വിടാണ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. രണ്ടും കൂടി നോക്കുകയാണെങ്കിൽ പകൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സസ്യങ്ങൾ ഓക്സിജൻ പുറത്ത് വിടുന്നത്, ഓക്സിജൻ സ്വീകരിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്ത് വിടുന്നുണ്ട്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതിനാൽ തന്നെ വീണ്ടും ഒരു ഓക്സിജൻ പുറത്ത് വിടാണ് ആര് ചെയ്യുന്നത്? നമ്മുടെ സസ്യങ്ങൾ ചെയ്യുന്നത്. എന്നാൽ സസ്യങ്ങൾ രാത്രിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലോ പ്രകാശ സംശ്ലേഷണമില്ല. അതായത് ഓക്സിജൻ സ്വീകരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്ത് വിടുന്ന പ്രവർത്തനം മാത്രമാണ് രാത്രികളിൽ നടക്കുന്നത്. നെക്സ്റ്റ്, ആതിഥേയനും അതിഥികളും. എല്ലാ സസ്യങ്ങളും ആഹാരം നിർമ്മിക്കുന്നുണ്ടോ? ഇവിടെ നോക്കിയൊക്കെ മാവ് പറയുന്നുണ്ട് ഞാൻ എനിക്ക് വേണ്ടിയിട്ടുള്ള ആഹാരം സ്വയം നിർമ്മിക്കുകയാണ് ചെയ്യണേന്ന്. എന്നാൽ തിൽക്കണി എന്താ പറയുന്നത്? ഞാൻ സ്വയം ആഹാരം നിർമ്മിക്കുന്നുണ്ട്, പക്ഷേ ജലവും ലവണവും ഈ സസ്യത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ മരവാഴ എന്താ പറയുന്നത്? എനിക്ക് വേണ്ട ആഹാരവും ഞാൻ സ്വയം തന്നെ നിർമ്മിക്കുന്നത്, പക്ഷേ എന്താ എനിക്ക് ആരെങ്കിലും ഒരു സഹായം വേണം ലഭിക്കുന്നതിനായിട്ട്. ഇനി മുടിലാത്താളി പറയുകയാണ് ഞാൻ ആഹാരം നിർമ്മിക്കൊന്നുമില്ല, എനിക്ക് വേണ്ട പോഷകങ്ങൾ ഏതാണ് മരം അവിടെ നിന്ന് ഫുള്ളായിട്ട് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മാവ്, ഇത്തിൽക്കണ്ണി, മുടിലാത്താളി, മുടിലാത്താളി അതുപോലെ തന്നെ മരവാഴ എന്നിവരുടെ സംഭാഷണം നമ്മൾ ശ്രദ്ധിച്ചു അല്ലേ? ഇവിടെ പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ സൂര്യപ്രകാശം, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവ എല്ലാ സസ്യങ്ങൾക്കും ഒരേ രീതിയിലാണ് ലഭിക്കുക. മാവിന് ജലം ലഭിക്കുന്ന എവിടെ നിന്നാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമുക്കിവിടെ പഠിക്കാനായിട്ട് പ്രധാനമായിട്ടുള്ളത് ഇവിടെ നോക്കിയൊക്കെ ഇവിടെ ചെറിയ വേരുകൾ, മരവാഴയുടെ പ്രത്യേകതയാണ് ചെറിയ വേരുകൾ കാണുന്നുണ്ട് അല്ലേ? ഈ ചെറിയ വേരുകൾ എന്തിനാണെന്ന് വെച്ചാൽ അവർക്ക് എന്താണ് അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കാനാണ്. അതായത് നമ്മൾ പറഞ്ഞു എന്താണ് ഈ മരവാഴയെ കുറിച്ച് ഇവിടെ നോക്കി നോക്കി എന്താണ് മരവാഴ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഇനി ഞാൻ മരവാഴയാണ്, എനിക്ക് വേണ്ടിയിട്ടുള്ള ആഹാരം ഞാൻ സ്വയം നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. ഞാനിങ്ങനെ വേറൊരു ചെടിയിൽ നിന്ന് ആഹാരങ്ങളൊന്നും എടുക്കുന്നില്ല. പക്ഷേ അവിടെ ആൾക്കെന്താണ് ഇരിക്കാനായിട്ട്, അതായത് താമസിക്കാൻ സ്ഥലം വേണമെന്ന് പറയുന്നു. അപ്പോൾ ഇവരുടെ വേരുകൾ നോക്കി ഇങ്ങനെ പറ്റി പിടിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? ഏതെങ്കിലും മരത്തുമ്മൽ പറ്റി പിടിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഓർക്കിഡൊക്കെ ഇതിന് എക്സാമ്പിളാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ഓർക്കിഡൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ചെറിയ വേരുകൾ മരവാഴയും മരത്തിൽ പറ്റി പിടിച്ച് വളരാൻ സഹായിക്കുന്നുണ്ട്. കട്ടി കൂടിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കുകയാണ് ചെയ്യുക. ചെറിയ
ചെറിയ വേരുകളാണെന്നുണ്ടെങ്കിൽ ഈ മരത്തിൽ ഇങ്ങനെ പറ്റി പിടിച്ചിട്ട് വളരാണ് ചെയ്യുക. എന്നാൽ വലിയ വേരുകളാണെന്നുണ്ടെങ്കിൽ കട്ടി കൂടിയ വേരുകളാണെങ്കിൽ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കുകയാണ് ചെയ്യുക. വാസസ്ഥലത്തിനായി മാത്രമാണ് ഇവ ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. ഇത്തരം സസ്യങ്ങളെ എന്തെന്നറിയപ്പെടുന്നു? എപ്പിഫൈറ്റുകൾ എന്നറിയപ്പെടുന്നു. വാസസ്ഥലത്തിന് വേണ്ടി മാത്രം ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നു. ഇത്തരം സസ്യങ്ങളെയാണ് എന്ന് പറയുന്നത് എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നത്. ഓർക്കിഡുകൾ എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണമാണ്. ക്ലിയർ ആണല്ലോ. ഇനി എപ്പിഫൈറ്റുകൾ വളരുന്നത് കൊണ്ട് ആതിഥേയ സസ്യത്തിന് ദോഷമുണ്ടാക്കുമോ? ഇവിടെ നോക്കി എപ്പിഫൈറ്റ് വളരാണെന്നുണ്ടെങ്കിൽ സസ്യങ്ങൾക്ക് ദോഷം ഉണ്ടാവോ? ഇല്ല. കാരണം എന്താണ്? എപ്പിഫൈറ്റ് എന്ന് വെച്ചാൽ വാസസ്ഥലത്തിന് വേണ്ടി മാത്രം ആശ്രയിക്കുന്നുള്ളൂ. അതായത് അവർക്ക് താമസിക്കാൻ വേണ്ടി മാത്രമാണ് ഒരു സസ്യം അല്ലെ ഒരു മരം വേണ്ടത്. അവർക്ക് അങ്ങനെ സ്വയം ആഹാരം നിർമ്മിക്കപ്പെടുന്നുണ്ട്. ഓക്കെ, വെറുതെ ഇരിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ എപ്പിഫൈറ്റ് വരുമ്പോൾ എന്താണ്? ഒരു ദോഷം ഉണ്ടാവില്ല സസ്യങ്ങൾക്ക് അല്ലേ. ഇനി ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ഇത്തിൽക്കണ്ണി സ്വയം ആഹാരം നിർമ്മിക്കുന്നു. അപ്പോൾ ഇത്തിൽക്കണ്ണി എന്താ ചെയ്യുന്നത്? ഏതാണോ ഒരു സസ്യം, ഏത് സസ്യത്തിലാണ് പടരുന്നത്, ആ സസ്യത്തിൽ നിന്ന് ആഹാരമല്ല വലിച്ചെടുക്കുന്നത്, ജലവും ലവണവും വലിച്ചെടുത്തിട്ട് സ്വയം തന്നെയാണ് ആഹാരം നിർമ്മിക്കുന്നത് അല്ലേ. അതായത് ഇത്തിൽക്കണ്ണി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മാവുമ്മലാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ മാവിൽ നിന്ന് ആഹാരം എടുക്കുന്നില്ല, പക്ഷെ എന്താണ്? ജലവും ലവണവും എടുക്കുന്നുണ്ട്. അതായത് ഇയാൾക്ക് ആഹാരം, ഇത്തിൽക്കണ്ണിക്ക് ആഹാരം നിർമ്മിക്കുന്നതിനായിട്ട് ജലവും ലവണങ്ങൾ എടുത്തിട്ട് സ്വയം ആഹാരം നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. അതിനാൽ ഇത്തിൽക്കണ്ണി പോലെയുള്ള സസ്യങ്ങളെ എന്തെന്ന് വിളിക്കാം? അർദ്ധപരാഗങ്ങൾ എന്ന് പറയാം. ഓക്കെ, ഇത്തിൽക്കണ്ണി പോലെയുള്ള സസ്യങ്ങളെ നമുക്ക് എന്തെന്ന് പറയാം? അർദ്ധപരാഗങ്ങൾ എന്ന് പറയാം. എന്താണ്? അർദ്ധപരാഗങ്ങളാണ്. അർദ്ധപരാഗങ്ങളാണ്. കാരണം എന്താണ്? അവിടെ പകുതി കാര്യങ്ങൾ മാത്രമല്ലേ, ആഹാരം ഒന്നും വലിച്ചെടുക്കുന്നില്ല, പക്ഷേ ജലവും ലവണം മാത്രം വലിച്ചെടുക്കുന്നുള്ളൂ. ഇനി ചെടിയിൽ പടർന്നു കിടക്കുന്ന മൂടില്ലാത്താളി നോക്കി നോക്കും. മൂടില്ലാത്താളി ആണെന്നുണ്ടെങ്കിൽ നോക്കി ഈ കാണ്ടത്തിൻ്റെ ഉള്ളിലേക്ക് വേര് നന്നായിട്ട് ആഴ്ന്നിറങ്ങേണ്ടത്. അതായത് ആ മൂടില്ലാത്താളി ചെയ്യണം എന്താണെന്ന് വെച്ചാൽ ആതിഥേയ സസ്യത്തിൽ നിന്ന് പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന വേരുകൾ ഇവയ്ക്കുണ്ട്. ആതിഥേയ സസ്യത്തിൽ നിന്നും പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കുന്ന മൂടില്ലാത്താളി പോലുള്ള സസ്യങ്ങളെ പൂർണ്ണപരാഗങ്ങൾ എന്ന് പറയുന്നു. ഇവരെന്താ ചെയ്യുക? ഇപ്പോൾ മാവ് പറയുകയാണെന്നുണ്ടെങ്കിൽ മാവുമ്മലാണ് ഈ മൂടില്ലാത്താളി വളരുന്നതെന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാവിൻ്റെ ആഹാരം ഉണ്ടല്ലോ, മാവിന് കിട്ടേണ്ട ആഹാരം മൊത്തം മാവ് വലിച്ചെടുക്കും, മൂടില്ലാത്താളി വലിച്ചെടുത്തിട്ട് മൂടില്ലാത്താളി അങ്ങനെ പടർന്ന് അങ്ങോട്ട് പോകും. ഓക്കെ, അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? മാവിന് ദോഷം വന്നു അല്ലേ, മാവിന് ആഹാരം കിട്ടുന്നില്ല, അപ്പോൾ മാവ് നശിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെയാണ് മൂടില്ലാത്താളി. അപ്പോൾ ഓക്കെ, അപ്പോൾ അവിടെ ഫുള്ളായിട്ട് ആഹാരം ഫുള്ളായിട്ട് എടുത്തില്ലേ, അതായത് നല്ല മടിയാണ്, കാരണം ആഹാരം ഫുള്ളായിട്ട് അവിടെ എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനാൽ തന്നെ എന്ത് സംഭവിച്ചു? ഇതിനെ പൂർണ്ണപരാഗങ്ങൾ എന്ന് പറയും. പൂർണ്ണപരാഗങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? പൂർണ്ണമായിട്ടും ആഹാരം വലിച്ചെടുക്കുകയാണ് ചെയ്തത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അർദ്ധപരാഗങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? അർദ്ധമാണ്. അതായത് അർദ്ധം എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലേ, പകുതിയാണ്. അതായത് ആഹാരമൊന്നും എടുക്കുന്നില്ല ആൾ, പക്ഷേ എനിക്ക് സ്വയം ആഹാരം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജലം ലവണങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ പകുതി ദോഷം വരുന്നുള്ളൂ ഇത്തിൽക്കണ്ണി. എന്നാലും മൂടില്ലാത്താളാണെങ്കിൽ ആഹാരം ഫുള്ള് എടുക്കുകയാണ്. അപ്പോൾ ആ മാവ് എന്തുമ്പോഴാണ് പടരുന്നത് അത് ഫുള്ള് തന്നെ നശിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഈ എപ്പിഫൈറ്റുകളാണെങ്കിലോ, എപ്പിഫൈറ്റ് എന്ന് വെച്ചാൽ വാസസ്ഥലം മാത്രം മതി, അവർക്ക് ഇരിക്കാനുള്ള സ്ഥലം മാത്രം മതി, ബാക്കിയൊക്കെ ആൾ തന്നെ ചെയ്തോളും. അതിന് എക്സാമ്പിളാണ് മരവാഴ അല്ലേ, അല്ലെങ്കിൽ എന്ത് പറയാം? ഓർക്കിഡ് പറയാം. ഇനി ഇവിടെ ചിത്രം നിരീക്ഷിക്കും. ഇവിടെ നമുക്ക് ജസ്റ്റ് ഈ പിക്ചറൊക്കെ നോക്കിയിട്ട് പരസ്പരം ആശ്രയങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് നോക്കി കാണാനായിട്ട് സാധിക്കും അല്ലേ. എന്താണ്? പ്രകൃതിയിൽ എല്ലാ ജീവജാലങ്ങളും പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നതെന്ന് നമുക്ക് ഈ ഒരു പിക്ചർ കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ചുവപ്പ് നിറത്തോടു കൂടി ഇലകളുള്ള സസ്യങ്ങൾക്ക് സ്വയം ആഹാരം നിർമ്മിക്കാൻ കഴിയില്ല. ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഇല്ല. കാരണം എന്താണ്? ചുവപ്പ് നിറമാണ് സസ്യത്തിനുണ്ടെന്നുണ്ടെങ്കിലും അതിൽ എന്തുണ്ടായിരിക്കും? ചുവന്ന നിറമുള്ള ഇലകളിലും ഹരിതകം ഉണ്ടായിരിക്കും. ഓക്കെ, ചുവന്ന നിറമുള്ള ഇലകളുള്ള ചെടികൾക്ക് ഹരിതകം ഉള്ളതിനാൽ തന്നെ പ്രകാശ സംശ്ലേഷണം നടത്താൻ പറ്റും, അതുപോലെ തന്നെ ആഹാരം നിർമ്മിക്കുന്നതിനായിട്ടും പറ്റും. ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ സസ്യം പുൽച്ചാടി തവള, സസ്യം കൊതുക് തവള പാമ്പ്, സസ്യം പാറ്റാപ്പല്ലി. ഇതിൽ ആഹാര ശൃംഖലാചാരത്തിൽ തവളകളുടെ എണ്ണം കുറഞ്ഞാൽ എന്ത് സംഭവിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഈ തവളയുടെ എണ്ണം കുറഞ്ഞാൽ എന്തിൻ്റെ എണ്ണം കൂടും? പുൽച്ചാടിയുടെയും കൊതുകിൻ്റെയും എണ്ണം കൂടും അല്ലേ. പുൽച്ചാടിയുടെയും കൊതുകിൻ്റെയും എണ്ണം കൂടും. ഇത് ആവാസ വ്യവസ്ഥയ്ക്ക് നാശമുണ്ടാക്കാം. ഇനി ചിത്രീകരണം നിരീക്ഷിച്ച് സസ്യങ്ങളിൽ നടക്കുന്ന വാതക വിനിമയത്തിലെ ഘട്ടങ്ങൾ പൂർത്തിയാക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എന്താണ്? അന്തരീക്ഷവായു ആദ്യം തന്നെ സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കും. അങ്ങനെ അന്തരീക്ഷവായുവിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ച് പ്രകാശ സംശ്ലേഷണം നടത്തൂലേ. ആദ്യം തന്നെ എന്താണ് അന്തരീക്ഷവായു? ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്? വാതക വിനിമയത്തിലെ ഘട്ടങ്ങളാണ്. അപ്പോൾ നമുക്കറിയാം പകൽ സമയത്താണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ശ്വസിക്കുന്നത് എങ്ങനെയാണ്? ഓക്സിജൻ സ്വീകരിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടാണ് ചെയ്യുന്നത് സസ്യങ്ങൾ. എന്നാൽ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ആര് ഉപയോഗിക്കുന്നു? പ്രകാശ സംശ്ലേഷണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. എന്നിട്ട് ഓക്സിജൻ പുറത്തുവിടാണ് ചെയ്യുന്നത്. ഇനി രാത്രിയിൽ എങ്ങനെയാണ് ഈ ഓക്സിജൻ സ്വീകരിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നത് മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് കേട്ടോ. ക്ലാസ്സുകൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.